ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ തിരൂർ പോകുന്നുണ്ട്, അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ രാവിലെ ഒരു 8 മണി 9 മണി കഴിക്കണം കേട്ടോ. ഈ സമയത്ത് ഞാനൊന്ന് പുറത്തിറങ്ങിയതാണ്. ഇപ്പോൾ മുൻവശത്തെ വാതിലും കാര്യങ്ങളൊന്നും തുറക്കാൻ തന്നെ പറ്റാത്തൊരു സ്ഥിതി കേട്ടോ. ഇപ്പോൾ പൂച്ച ഉള്ളതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പുറത്തേക്ക് ഓടുകയാണ്. ഗേറ്റ് അടച്ചിട്ടാൽ ആ ഒരു ഇതാക്കണ മതിലിൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ചാടും. ഇപ്പോൾ ഒരു പൂച്ചനെ, നാടൻ പൂച്ചനെ അപ്പോൾ അവിടെ കണ്ടതിൻ്റെ പേടിയുണ്ട് കണ്ടോ. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇവന് ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടേ പോവാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായിട്ട്. അവനിട്ട് പോവണ്ടേ, ഭക്ഷണമൊക്കെ നമ്മൾ കൊടുത്ത് പോയാലും പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കും. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവന് 2-3 ഇതിലൊക്കെ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. പക്ഷെ അതൊക്കെ അപ്പം തന്നെ കഴിച്ച് കാണും. എന്നിട്ട് പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ കടലിലേക്ക് പോവേണ്ടിയിരുന്നൊക്കെ പറഞ്ഞാണ്ട് അതിനുള്ള ഡ്രസ്സും കാര്യമൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. പക്ഷെ അതിനൊന്നും ടൈം കിട്ടിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇതാ അവനുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ട് കൊടുത്താണ്. അതൊക്കെയാണ് അവൻ്റെ കളിപ്പാട്ടങ്ങൾ കണ്ടോ. ഭക്ഷണം ഇപ്പോൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പുറത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ ഒന്നിൽ കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഈ ഒരു റോസ് പാത്രത്തിൽ കുറച്ച് പാലും ഒഴിച്ച് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് പിന്നെ എൻ്റെ പൊന്നു ചുരിദാർ ഇട്ടൊക്കെ കേട്ടോ. അതിൻ്റെ ഒരു ഇതാണ് കുറേ ആയിട്ടിപ്പോൾ അല്ലൂൻ്റെ ബർത്ത്ഡേക്ക് പിന്നെ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഓൾക്ക് പറഞ്ഞ് ചുരിദാർ മതി. ബാക്കും തന്നെ ഓള് ഇങ്ങനെ പാൻറ്റും ഇതൊക്കെ ഇടുമ്പോൾ എപ്പോഴും പറയും ചുരിദാറൊന്നും ഇട്ട് വെക്കേണ്ടിന്ന് പറയും. അപ്പം എൻ്റെ മുഖത്ത് പുട്ടി കുറച്ച് കൂടുതലാണെന്നോള് പറയട്ടെ, പൗണ്ടർ കൂടിയിരിക്കണമെന്നൊക്കെ പറഞ്ഞു തരാണ് അല്ലു. പിന്നെ ഓൾ വീഡിയോ അങ്ങനെ 11:30 ആകുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്നത്. കുറച്ച് നേരം വൈകി. 10 മണിക്ക് അവർ വന്ന് കുളിയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറലൊക്കെ കൊണ്ട് കുറച്ച് നേരം വൈകി. ഒരുങ്ങി ഇറങ്ങുമ്പോഴത്തേന് ഒക്കെ പെണ്ണുങ്ങൾ തന്നെയല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വൈകി കേട്ടോ. അപ്പം അങ്ങനെ വാതിലൊക്കെ പുട്ടി ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാരണം എപ്പോഴും എത്താമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ വേറൊരാളെ കൂടെ കാണാണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ട് ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ പാടത്ത് ദേശാടനക്കിളിയില്ലേ, അത് കണ്ടോ, കാണുന്നുണ്ടോ? അതുകൊണ്ടോ വലിയൊരു ഇതാണ് കേട്ടോ, വലിയ പക്ഷി. അപ്പോൾ ഇവരാണ് കൊക്കാണ്. അപ്പോൾ പറഞ്ഞാൽ അല്ല അതാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ അത് കരിക്കാടാണ് കേട്ടോ. നല്ലൊരു വ്യൂ ഇല്ലേ, ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാനിത് മാത്രമല്ല കേട്ടോ, കുറച്ചധികം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നല്ലൊരു ഇത് കാണാൻ തന്നെ നല്ലൊരു രസമായിട്ട്. നല്ല വെയിലാണ്, പക്ഷെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗി. അപ്പോൾ തിരൂർ പോകുമ്പോൾ എന്താ വെച്ചാൽ നമുക്കൊന്നും എവിടെയും കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. 2 മണിക്കൂർ അവിടേക്ക്, പിന്നെ ഇങ്ങോട്ട് 2 മണിക്കൂറും. അപ്പോൾ അതിൻ്റെ അടിയിൽ കിട്ടുന്ന കുറച്ച് സമയം. അപ്പോൾ ഇല്ലെങ്കിൽ സുബൈക്കൊക്കെ പോകണം, എന്നാൽ പിന്നെ കുറച്ച് വീട്ടിലൊക്കെ കയറാം. അപ്പോൾ അതുപോലെ ഞങ്ങൾ ഇന്നും തന്നെ 1-2-3-4 വീട്ടിലൊന്നും കയറിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ആനനെ ആരും കണ്ടില്ലെങ്കിൽ കണ്ടോളി. ഇത് നമ്മൾ കച്ചേരിപ്പടിക്കൽ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന അവിടെ ഈ ഒരു ഓപ്പോസിറ്റ് ഫാമിലീൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് കാണാൻ കേട്ടോ. എന്നും ഇവർ വീഡിയോ എടുക്കാൻ പറഞ്ഞു, പക്ഷെ അപ്പത്തിന് പോയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ നിന്നു കേട്ടോ. ആദ്യം കാക്കാൻ്റെ മോളെടുത്തേക്കാണ് പോണത്. ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചില്ലേ, ചെറിയ മോളെ കൊണ്ടിരിക്കലും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നില്ലേ, അതില്ല. ഇപ്പോൾ ഞങ്ങൾ വേറെ അതിൻ്റെ താത്താൻ്റെ കേട്ടോ. ഇപ്പോൾ കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോഴാണ് കേട്ടോ കൺമഷി ഒന്നും ഇട്ടിട്ടില്ല. ഇവരെ കുരുക്കണടിയിൽ ഞാൻ കൺമഷി ഇട്ടിട്ടില്ല, അത് നോക്കണത്. ഇപ്പം ബാഗ് കണ്ടോ അങ്ങനെ നിൽക്കേണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് 4-5 ആൾക്കാർ വന്നിട്ടുണ്ട്, എന്നാലും ബാഗ് സാധനം കിട്ടിയിട്ടില്ല. പറഞ്ഞാലല്ലേ അത് വേഗം എടുക്കിയെന്നൊന്നും പറയൂലല്ലോ, അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സംഭവമൊക്കെ വാങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പേരക്കയും കൂടെ വേണമെന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ പേരക്ക വാങ്ങുമ്പോൾ നല്ലതാണോന്ന് അറിയില്ല, അധികം പുഴുവൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പേരക്ക 30 രൂപക്കുള്ള ഒരു പേരക്കയാണ് കേട്ടോ. പക്ഷേ നല്ല മധുരവും കണ്ട കളറൊക്കെ നല്ല കളറായിരുന്നു കേട്ടോ. എല്ലാവർക്കും പറ്റും ചെയ്തു, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാവരും അവിടെ നിന്നൊക്കെ ഓണായി. കുറേ ദൂരം പോകാനുണ്ട്, അതും ഇതൊക്കെ കഴിച്ചാൽ ഛർദ്ദിക്കും എന്നുള്ള പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ പിന്നെ അങ്ങനെയല്ലല്ലോ, നമ്മൾ എന്തും കഴിക്കും. വണ്ടി കയറി ഭയങ്കര വിശപ്പായിരിക്കും. എനിക്കാട്ട് പ്രത്യേകിച്ചിട്ട് വിശപ്പ്, നല്ല വിശപ്പാണ്. അങ്ങനെ നമ്മൾ എന്നും സ്ഥിരം സ്പോട്ടായിട്ടുള്ള ആ ഒരു ഐസ്ക്രീമിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇത് കോട്ടക്കുന്നിൻ്റെ തൊട്ടടുത്താട്ടോ. നമ്മൾ ഇവിടുന്ന് കോട്ടക്കുന്നൊക്കെ നമ്മൾ പോകുമ്പോഴേക്ക് ഇവിടുന്ന് തന്നെ കേട്ടോ ഐസ്ക്രീമൊക്കെ വാങ്ങൽ, കാരണം അവിടെ ഭയങ്കര വിലയായിരിക്കും. ഇവിടെ നല്ല കുറവാണല്ലോ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങല കേട്ടോ. ഇത് ഐസ്ക്രീമിൻ്റെ കേക്കുകളാട്ടോ. ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുന്നുള്ളൂ, ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല. കുറച്ചധികം വില ഉണ്ട് തോന്നണം, അതൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ ഞാൻ. കാരണം നമുക്ക് അത്രയും വലിയ കേക്കൊന്നും കഴിച്ച് പോകാനുള്ള ഇതില്ല, ഒരു ദിവസം വാങ്ങണം. അപ്പോൾ എല്ലാവർക്കും ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങി. ഇത് കുൽഫിയാണ് കേട്ടോ. ഐസ്ക്രീമിൽ വരുന്ന നമ്മൾ സാധാ കുൽഫിയല്ല, വേറെ കുൽഫിയാണ്. ഇത് അതിൽ തന്നെയുള്ള ചോക്ലേറ്റാണ് കേട്ടോ, ഐസ്ക്രീമിൻ്റെ ഒരു ചോക്ലേറ്റാണ്. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തൊന്നും കേട്ടോ, വാങ്ങിയിട്ടില്ല. നമ്മളെ സ്ഥിരം ഇതിൻ്റെ പച്ചമാങ്ങൻ്റെ, പിന്നെ ഈ ഒരു ഇതും, പിന്നെ ഒരു ചോക്ലേറ്റും അതാട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ 4 വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വാങ്ങിയിട്ടോ, 4 എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കോട്ടക്കൽ അങ്ങാടി ടച്ച് ചെയ്യാതെ, നമ്മൾ ടൗണിൽ ടച്ച് ചെയ്യാതെ വേറെ റൂട്ടിന് പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ നടപ്പാല കണ്ടോ, അപ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്താണ്.
അപ്പോൾ ഇതിലെ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്താനും പറ്റും. ആ ഒരു ടൗണിൽ ഭയങ്കര തിരക്കാവും, അത് ഇതാക്കും വേണ്ട. അപ്പോൾ അങ്ങനെ കാണിച്ചു തരട്ടോ. ശിവക്ഷേത്രം എന്തോ ആണ് തോന്നണം, ഒരു ക്ഷേത്രം കണ്ടില്ലേ, അതിൻ്റെ മുന്നിലൂടെ ആയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് കാണിച്ചു തരണം. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഫ്ലാറ്റൊക്കെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കുറേ ആയിട്ടുള്ളൊരാഗ്രഹം നാട്ടിൽ ഫ്ലാറ്റ് എടുത്ത് താമസിക്കണം എന്ന്. അപ്പോൾ അത് കണ്ട് അപ്പനോട് പറയും വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഗൾഫിലൊക്കെ നമ്മൾ നിന്നില്ലെങ്കിലും നാട്ടിൽ നിന്നില്ലല്ലോ. ഇതിപ്പോൾ ഇവിടെ ഹൈവേ പാലം വരുന്നതാണ്. അപ്പോൾ ഇത് കാണാൻ നല്ലൊരു ഭംഗി. ഇതിൻ്റെ അടിയിലൂടെ നമ്മൾ പോകണം, കണ്ടോ. ഇതൊരു എന്തൊരു സിമെൻറ്റിൻ്റെ ഒരു സാധനം ഇങ്ങനെ അടുക്കി വെച്ച്. ആദ്യമൊക്കെ നമ്മൾ മറ്റേ ഹൈവ കാണിച്ചത് വലിയതായിരുന്നു, ഇപ്പം ചെറുതായിട്ടത്. പിന്നെ ഇവിടെ നിർത്തി എന്താ വെച്ചാൽ അവിടെ ചെറിയ കുട്ടിയുണ്ട്, അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തി കേട്ടോ. അവർ വീടിൻ്റെ കുറച്ച് മുന്നേ. അപ്പോൾ ആ കാണുന്ന കേട്ടോ വീട് ഏകദേശം വലിയൊരു വീടാണ്, നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതാണ് കാക്കാൻ്റെ മരുവൻ കേട്ടോ, എൻ്റെ ഏട്ടൻ്റെ മരുവന്. അപ്പോൾ അവിടെ ചെന്ന് തേങ്ങ ഇട്ടിരുന്നുണ്ട്. അപ്പോൾ അന്ന് അവിടെ അപ്പോൾ അതുകൊണ്ട് ഇളനീൻ്റെ ജ്യൂസായിട്ട് ഞങ്ങൾ കുടിച്ചിട്ടുള്ള മുന്തിരി ജ്യൂസ് ഉണ്ടാവും. പിന്നെ ആർക്കും വേണ്ടെന്ന് അതാണ് ചെറിയ കുട്ടി കേട്ടോ. പിന്നെ പെണ്ണുങ്ങളൊന്നും ഞാൻ എവിടെ പോയാലും വീഡിയോയിൽ എടുക്കലില്ല കേട്ടോ. അപ്പോൾ അവിടെ നമ്മളെ പ്ലാവിൻ്റെ പോലത്തെ ഒരു പ്ലാവിൻ്റെ ചെറിയൊരു ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം ഉണ്ടാവുകയാണെന്ന് പറഞ്ഞ് അപ്പോൾ അടുത്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളെ സ്ഥിരം പരിപാടിയാണ് കുട്ടികൾക്ക് എവിടെ പോയാലും അവിടെയുള്ള കളിപ്പാട്ടം ആ കുട്ടികൾ കൊണ്ടുവന്ന് കൊടുക്കും, അവർ കളിക്കും. തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓരോന്ന് കൊണ്ടുവന്നു ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന്. പിന്നെ ചോറ് കഴിച്ചിട്ടോ, മന്തി ഉണ്ടായിരുന്നു, സാദാ ചോറ്, പിന്നെ സാദാ ചോറ്റിക്കുള്ള എല്ലാം ഉണ്ടായിരുന്നു. മന്തിക്ക് അൽഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കണ്ട മുത്തുട്ടി കാട്ടിൽ നിന്ന് മീൻ പിടിക്കുകയാണ് കേട്ടോ. അത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണ് അവരിപ്പോൾ കൊണ്ടുവന്നതെന്നാണ്. അപ്പോൾ അങ്ങനെ മീനെ പിടിച്ചിട്ട് ആ ഒരു കൊട്ടയ്ക്ക് ഇങ്ങനെ ഇടുക. നമ്മളിങ്ങനെ തിരിക്കുന്നതനുസരിച്ച് മീൻ ഇങ്ങനെ വായ തുറക്കും, പെട്ടെന്ന് അടക്കും, വായ തുറക്കും. അപ്പോൾ അത് കാണാൻ ഞാനും അതിങ്ങനെ വീഡിയോ എടുത്ത് എനിക്ക് നല്ലൊരു രസമായിട്ട് നമ്മൾ കാണാത്തൊരു ഐറ്റമാണ്. അതൊറ്റൊക്കെ അല്ല കേട്ടോ, കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് ഒരു കൊട്ടെന്നറിയാം, പക്ഷേങ്കിൽ അങ്ങനത്തെ അല്ല, അത് വേറെയാണ്. ഇപ്പോൾ അത് കണ്ട 2 പൂച്ചകൾ നമ്മളെ നിച്ചുവിനെ പോലെ തോന്നിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കണ്ടില്ലേ എന്തോ ഒരു കല്ലുകളും കാര്യങ്ങളൊക്കെ ചെറിയ ഇതെന്തൊക്കെയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞാൻ ഒരു ചെറുപയറിൻ്റെ ഒക്കെ ഒരു ഇത് കേട്ടോ. പിന്നെ ഈ 2 നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, കണ്ടില്ലേ. കിടന്നു പറഞ്ഞാൽ ശരിക്കും പൂച്ചയെ തോന്നും, നല്ല അതേപോലെ തന്നെ. പിന്നെ അത് കഴിഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കാക്കാൻ്റെ മോളോടും അടുക്കളയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ മുത്തുട്ടി ഓരോ സാധനം പോയിട്ട് നോക്കണം, അയൽനിയറുണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന അയൽനിയറാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് കാണിച്ചു തരാണ്. പിന്നെ ഇത് കുറേ അവർ കളിച്ചിട്ടോ കഴിഞ്ഞുകൊണ്ടൊന്നും എനിക്കറിയില്ല, ഞാൻ അത്രയും സമയം അതുകൊണ്ട് കളിച്ചിരിക്കണം. അപ്പം അങ്ങനെ പിന്നെ 4:30 ആയപ്പം ഇവരെ കളി മുറുകിയിരിക്കണം കേട്ടോ. ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് 4:30 വരെ ഞങ്ങൾ 1:15 അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പൊന്നു ഇവരെ കളിക്കണം നോക്കിക്കാട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ പോയി കളിച്ച കുഞ്ഞു പറഞ്ഞു ഓടണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇവരെ ചെറിയ മോനും ഒക്കെ ഉണ്ട്, അപ്പോൾ മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊരു 4:45 മണി ഇരിക്കണം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. പിന്നെ വൈലത്തൂർ എത്തിയപ്പോഴേക്കും നല്ല ബ്ലോക്ക് ചെയ്യുന്നു. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു അങ്ങേ തലവരെ ഉണ്ട് കേട്ടോ. അപ്പോൾ പൊന്നു ഇവിടെ ഒരു ഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ, കല്യാണപ്പെണ്ണിൻ്റെ കണ്ട ഷൂട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഓൾ വീഡിയോ എടുത്ത ആ സമയത്ത് ഓളെടുത്തിരുന്നു ഫോണ്. നല്ല ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ റൂട്ടിന് തിരിഞ്ഞു. അപ്പോൾ ഈ റോഡിൽ ചെന്ന് നിന്നപ്പോഴത്തിന് അവിടെയും ബ്ലോക്ക് ആയിട്ടുണ്ട്. കാരണം ആ റൂട്ടിൽ നിന്ന് വരുന്നത് ഈ റോട്ടിലേക്കാണ്. ആകെപ്പാടെ കുറേ സമയം പിടിച്ചു. നമ്മളാണെങ്കിൽ വെയിറ്റ് ചെയ്ത് കൊണ്ടിട്ട് ഭാവിൻ്റെ ഫ്രണ്ടിൻ്റെ വീടായിട്ട് വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നു വരും. നമുക്ക് കുറച്ച് സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൽ ജോയിൻ ആയതിൻ്റെ ഇതാട്ടോ. അങ്ങനെ എല്ലാവർക്കും ഉള്ള വാച്ചും കാര്യമൊക്കെ തന്നു. പൊന്നൂനും മുത്തൊട്ടിക്കും അല്ലോനും എനിക്കും കേട്ടോ. 4 ഉണ്ടായിരുന്നു. അപ്പോൾ 4 വാച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഇവിടെ നിന്ന് കേട്ടോ ഓക്സിജൻ്റെ ഇതിൽ നിന്നാണ് അവർ പർച്ചേസ് ചെയ്തതെന്ന് തോന്നുന്നു. ആ ഒരു കവറിലാണ് കേട്ടോ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളി വാച്ചും കാര്യമൊക്കെയാണ്. നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ സൗണ്ട് കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട് തോന്നണം. എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ നല്ല തണുപ്പില്ലായിരുന്നു, അതിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ എല്ലാം ക്രിപ്റ്റോൻ്റെ ഒരു കാലമാണല്ലോ, ഇനി വരാൻ പോകുന്നത് ക്രിപ്റ്റോൻ്റെ ഒരു ഇതിലാണല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു തന്നെയാണ് കേട്ടോ ഇത്. ക്രിപ്റ്റോ കറൻസിൻ്റെ ഒരു ഇതിൽ തന്നെ നമ്മൾ ജോയിൻ ആയിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു പൈസക്ക് ഉള്ള ഇതിലാണ് ഇപ്പോൾ തൽക്കാലം ആയിട്ടുള്ളത്. അപ്പോൾ എന്നാലും നമുക്ക് അവർ സമ്മാനം അവരൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് തരുന്നതാണ് കേട്ടോ. ആ സമ്മാനം അങ്ങനെ 40 ആൾക്കാർക്ക് ഉണ്ട് കേട്ടോ ഈ സ്മാർട്ട് ഫോൺ. പിന്നെ നമുക്ക് ഉള്ളത് ടൂറാണ് മൈസൂർക്ക്, നമ്മൾ ഫാമിലി ട്രിപ്പാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ എല്ലാവരെയും കൊണ്ട് പോവാം, ഫ്രീ ആണ്, ഫുൾ ഫ്രീ ആണ് കേട്ടോ. 3 ദിവസത്തിനൊക്കെ ഉണ്ട് അടുത്ത മാസം. അതുണ്ട് ഇതുണ്ട്. പിന്നെ ഒരു തായ്ലൻഡ് ട്രിപ്പ് ഉണ്ടായിരുന്നു, അതിന് പോയിട്ടില്ല, ഒരാൾക്കുള്ളായിരുന്നു. അപ്പോൾ ബാപ്പ നേരത്തെ കൊച്ചിയിലൊക്കെ 2-3 ദിവസം നിന്ന് വന്നതല്ലേ, അപ്പോൾ പിന്നെ പോണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ വാച്ചൊക്കെ ഒന്ന് നോക്കുകയാണ്. നമുക്ക് എന്തൊരു സാധനം കിട്ടിയാലും അങ്ങനെയാണെങ്കിൽ. പിന്നെ അവിടെ ചായ ഒക്കെ കുടിച്ച് കുറേ സമയം അവിടെ നിന്നിട്ടോ. ബാങ്ക് കൊടുത്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങണത്.
അപ്പോൾ എന്താ ഇവർ നല്ല കളിയിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എവിടെ ചെന്നാലും ഇവർക്ക് കളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇവരൊക്കെ ആയിട്ട് നല്ല പരിചയം, നമ്മൾ വീട്ടിൽ വരലുണ്ട്, നമ്മൾ ടൂർ പോകലും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വലിയ കാക്കാൻ്റെ വീട്, ബാവിൻ്റെ വലിയ കാക്കാൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്, കുറച്ച് നടക്കാനുള്ളൂ. അപ്പോൾ വന്ന വണ്ടി അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ നടക്കുകയാണ്. അപ്പത്തിന് 6:15 6:30 ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഭാഗ്യത്തിന് ഇക്കാക്കണ്ടേന്ന് പള്ളിയിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് വീട്. ലൈറ്റ് പുറത്തൊക്കെ വലിയ ലൈറ്റും കാര്യമൊന്നും ഇല്ലാത്ത കേട്ടോ, ഭയങ്കര ഇരുട്ടില്ലേ. പക്ഷെ ഉള്ളിൽ ഫുള്ള് ലൈറ്റ്. എല്ലാവരും നിസ്കരിക്കുന്ന ഒരു ടൈമാട്ടോ, 6:30 നേരത്തെ ചെന്നിട്ട് കുട്ടികളെയൊക്കെ കൊണ്ട് എല്ലാവരും ഓരോ റൂമിലായിരുന്നു. കാരണം നമുക്ക് നേരം വൈകി, ഞങ്ങൾ നിസ്കരിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് കേട്ടോ കാക്ക, വലിയ കാക്ക. നമ്മൾ നാള് വീഡിയോയിൽ കണ്ടിരുന്ന ചെറിയ കാക്കയാണ്. അപ്പോൾ അങ്ങനെ പേരക്കുട്ടീനെ കളിപ്പിച്ച് പേരക്കുട്ടീനെ കെട്ടിയാണ്. പൊന്നൂന് അവിടുത്തെ ചെറിയ കുട്ടി കേട്ടോ. പൊന്നൂന് പിന്നെ എവിടെ പോയാലും ചെറിയ കുട്ടികളെ കിട്ടിയാൽ പിന്നെ വെക്കൂല കേട്ടോ, അങ്ങനെ അതിനെടുത്തുകൊണ്ട് നടക്കും. അപ്പോൾ ഇവർ പണി പിന്നെ അവിടെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ എടുത്തുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്നൊക്കെ ചായ ഒക്കെ കുടിച്ച് അവിടെ വാതിൽക്കൽ എല്ലാവരും ഉണ്ട്, മരക്കളെ കണ്ടിട്ട് ഞാൻ ശരിക്കും എടുത്തിട്ടില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോന്ന് കണ്ട് ഇവിടെ ചെറിയ കാക്കാൻ്റെ വീട്ടിൽ കാട്ട് പിന്നെ നമ്മൾ പോരുന്നത്. പിന്നെ അവിടെയും കൂടെ കയറാമെന്ന് വിചാരിച്ചു, കാരണം കുറച്ച് നേരെ ഇരിക്കണം, എന്നാലും ഇവിടെ വരെ എത്തിയതല്ലേ, പിന്നെ ഇനി ഇവിടെ കയറാതെ പോകുമ്പോൾ ഒരു ഗതികേടല്ലേ, നമുക്ക് ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ബാൻ്റെ വീടും അതുപോലെ പള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു പോയത് ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ എടുത്തിരുന്നു. അപ്പോൾ അത് അവിടെ ഇത്താത്തിരിക്കണുണ്ട് കേട്ടോ, വീട്ടിൽ ഇക്കാക്ക പള്ളിയിൽ പോയിക്കണം. അപ്പോൾ ആ ഒരു നേരമാണല്ലോ നമ്മൾ കയറി ചെല്ലണത്, അതുകൊണ്ട് തന്നെ ഇത്താത്ത അവിടെ ഇരിക്കണ്ടായിരുന്നു. അങ്ങനത്തെ പോന്നപ്പോൾ ഞാൻ ഇക്കാക്കാനൊന്നും എടുത്തതാണ്, ഇത്താത്ത അകത്ത് പോയിക്കണം, ഇക്കാക്കാനൊന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇവിടെ വന്ന് കണ്ട് എന്തെങ്കിലും ഭക്ഷണം അവിടെ നിന്ന് ചായയും കട്ടിട്ടാണ് കുടിച്ചിട്ട് പിന്നെ ജ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവർ ഇപ്പോൾ ഉറങ്ങും, 8 മണി നിൽക്കണം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇനി വണ്ടി കയറി ഇവർ ഉറങ്ങും. വീട്ടിൽ എത്തുമ്പോൾ എങ്ങനെയായാലും 10 മണി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പഴം, ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങി. അപ്പോഴാണെങ്കിൽ ആ ഒരു കടക്കാരൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാളും കൂടെ വന്ന്. അപ്പോൾ നാട്ടിലത്തെ സംസാരവും കാര്യങ്ങളും കുറേ ആയിട്ട് ഇവരൊക്കെ കാണില്ലേ, ഇവിടെ തൊട്ടടുത്തായിട്ട് വാങ്ങി. അപ്പോൾ ഞാനിതായിട്ട് പറഞ്ഞ് എനിക്ക് മന്തിയും കാര്യമൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ഇതുണ്ട് കേട്ടോ വയറിന്. അപ്പോൾ പൊന്നോനെ പോരുമ്പോൾ ഛർദ്ദിച്ചും ചെയ്തിരുന്നു. അപ്പോൾ ഓൾക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതാ പഴവും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ അപ്പോഴത്തേന് വാൻ്റെ സംസാരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവർ രണ്ടാളുകൊണ്ട് ഇറങ്ങിപ്പോയിട്ടോ, മുത്തുട്ടിയും അല്ലും. അപ്പോഴത്തേന് വേറൊരാൾ വന്നു കേട്ടോ. അപ്പോൾ ഇത് വേറെ വലിയ പരിചയം ഉണ്ടായിരുന്നില്ല, പക്ഷെ പിന്നെ പരിചയമാവുമല്ലോ, അവിടെയുള്ള ആളുകൾ തന്നെയാണ്. അങ്ങനെ പിന്നെ അങ്ങനെ പോന്ന് നമ്മളിതാ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ, ഇതൊന്നും കാണാത്ത ബാൻഡും ക്രിസ്മസ് അപ്പൂപ്പനെ കാണാത്ത എന്താന്ന് വിചാരിച്ചപ്പോൾ ഇത് ഒന്ന് മിന്നിപ്പോയിട്ട്, കാരണം നമ്മൾ ഭയങ്കര സ്പീഡിലാണ് പോരുന്ന വൈക്കത് അങ്ങനെ മുട്ട കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ. ഗിരിരാജൻ്റെ കുറേ സൈസ് മുട്ടകൾ, സാധാ പിന്നെ കാടമുട്ട അങ്ങനെയൊക്കെ. അപ്പോൾ കുറച്ച് ഗിരിരാജൻ്റെ അതും വാങ്ങിയാണ്, പിന്നെ കാടമുട്ടയും വാങ്ങിക്കണം. സാധാ മുട്ടയൊക്കെ പിന്നെ റേറ്റ് നമ്മളിവിടുത്തെ ഇവിടെയൊക്കെ ഒരുപോലെയാണ്. അപ്പോൾ അവിടെ കണ്ടോ മുത്തുട്ടി ഇറങ്ങിപ്പോയിക്കണം കേട്ടോ. അവളോട്ട് വലിയ ആളായിട്ടുണ്ട് ഇറങ്ങിപ്പോവാൻ വായൻ്റെ ഒപ്പേ എല്ലായിടത്തേക്കും. പിന്നെ നമ്മൾ തലേന്ന് അടിച്ചതിന് 500ൻ്റെ എണ്ണ ഇട്ട്, അപ്പോൾ കുറച്ച് കഴിഞ്ഞിരുന്നു. അങ്ങനെ എണ്ണ എടുക്കലും കഴിഞ്ഞ് പിന്നെ മഞ്ചേരി എത്തിയാൽ പിന്നെ കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞിരുന്നിട്ട്. അപ്പോൾ ഇതൊക്കെ ഉറങ്ങിയിരിക്കണം, പൊന്നും മറ്റും രണ്ടാളും ചെറുതൊക്കെ ഉറങ്ങി. അപ്പം എന്നാൽ മീൻ നോക്കാമെന്ന് പറഞ്ഞിട്ട്, കാരണം നമുക്ക് ഇവിടെ മത്തിയും സാധനങ്ങൾ ഇവിടെ വണ്ടിയിൽ വരുള്ളൂ. അപ്പോൾ അവിടെ ആകുമ്പോൾ പേദൽ അങ്ങനത്തെ കിട്ടുമല്ലോ. അങ്ങനെ കുറച്ച് മീനും വാങ്ങി. അപ്പോൾ അതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നിച്ചുവിൻ്റെ കഥ എന്താണെന്ന് അറിയില്ല. നമ്മൾ 11:30 ഇറങ്ങിയിട്ട് എത്തണത് 10 മണിക്കാണ് വീട്ടിലേക്ക് എത്തുന്നത് രാത്രി. അപ്പോൾ അവന് എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. എന്നാൽ തന്നെ അവിടെ എവിടെയും വീട്ടിൽ കയറിയിട്ടില്ല കേട്ടോ. ഞാൻ വാതിൽ തുറന്ന് നിൽക്കാനുണ്ടോ, എന്നെ എങ്ങനെ ചാരിക്കണം, കാരണം ആ ഭക്ഷണം ഫുൾ അപ്പനെ കഴിച്ചിക്കണം. എന്നിട്ടാണെങ്കിൽ അവിടെയൊക്കെ അവന് അപ്പിടാനിട്ട് കൊടുത്തിരുന്ന ആ ഒരു മണൽ പോലത്തെ സാധനമൊക്കെ അവിടെ കളഞ്ഞ് ഞാൻ വേഗം പാലും കുറച്ച് തീറ്റയും ഇട്ടെടുത്തിട്ടോ. തീറ്റയൊക്കെ ആക്രാന്തം കാട്ടിക്കഴിക്കും, പാവം തോന്നും. നമ്മളിതാണ് ഇങ്ങനെയൊക്കെ പൂച്ചയും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങോട്ടും പോകാൻ കഴിയൂല കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും പറയാനുമില്ല, പോലെ അത്രയും താക്കി കൊണ്ടുവന്നാണ്. പിന്നെ മുപ്പര് കളിയും കാര്യമൊക്കെ തുടങ്ങിയിട്ട് കണ്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടലും കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ വന്നപ്പോൾ ഒരു പാവമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. കാരണം ഇത് കുറേ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ സൗണ്ട് ഞാൻ ഇപ്പോൾ ഇന്ന് മാക്സിമം പറയാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. സൗണ്ട് ഉണ്ടോ അല്ലേ എന്നൊന്നും അറിയില്ല, കേൾക്കണം നിങ്ങൾക്ക് എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.